ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തകൾ 31. സ്വർഗം വിശ്വസ്തയായി കണ്ട ആത്മാവായിരുന്നു ലൂർദിലെ ഭർണരീത. ലൂർദും ലൂർദിലെ പ്രശസ്തിയും ആഗ്രഹിക്കാതെ ആവതിക്കുള്ളിലൊളിച്ച ഭർണരീതയെ കഠിനമായ രോഗങ്ങൾ പിടികൂടി. ശക്തമായുള്ള ആസ്മ, ക്ഷയം, മുട്ടിന്മേലുള്ള ക്യാൻസർ ഇവയൊക്കെ ആ ബലിജീവിതത്തിന്റെ ഭാഗങ്ങളായിരുന്നു. വ്രതവാഗ്ദാന ദിവസം ഓരോരുത്തർക്കുമുള്ള ജോലി അധികാരികൾ അറിയിക്കുന്ന പതിവുണ്ടായിരുന്നു. ഭർണരീതയെ പറ്റി മദർ ഇങ്ങനെ പറഞ്ഞു: ഇവളെ ഒന്നിനും കൊള്ളില്ല, അതുകൊണ്ട് എന്ത് ജോലി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇവൾക്ക് രോഗമാണ്. അപ്പോൾ മെത്രാൻ പറഞ്ഞു: ഞാൻ ഇവൾക്കൊരു ജോലി കൊടുക്കാം. പ്രാർത്ഥനയായിരിക്കും ഇനി മുതൽ ഇവളുടെ ജോലി. അവൾ കന്യകാലയത്തിന്റെ ചാപ്പലിൽ അഭയം തേടി ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. മാധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആത്മാക്കളെ നേടി വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിച്ചു. ഈ ലോകം തന്നെ കുറ്റപ്പെടുത്തിയാലും ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്നതാകട്ടെ സഹനങ്ങളിൽ നമ്മുടെ ചിന്ത. നന്ദി.